ഹായ്, അപ്പോൾ നമ്മളിന്ന് ഫാമിലി ആയിട്ടൊരു ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ തെന്മല എത്തിയിട്ടുണ്ട്. തെന്മല എത്തിയ സമയത്ത് റോഡ് സൈഡിലൊക്കെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി കുറച്ച് നേരം കുരങ്ങനെയൊക്കെ കണ്ടു. പിള്ളേരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് നല്ലൊരു രസമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ കുരങ്ങനെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു. നമ്മൾ ആദ്യം ഫസ്റ്റ് പോകുന്നത് മേക്കര എന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ നല്ല പച്ചപ്പായ വയലുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ തെന്മല ഡാം വഴിയാണ് പോകുന്നത്. അപ്പോൾ തെന്മല ഡാം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ചേട്ടനും ഞാനും പിന്നെ പിള്ളേരുണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ അമ്മയുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഇറങ്ങണമെന്ന് കരുതിയിരുന്നതായിരുന്നു. പക്ഷേ എല്ലാവരും റെഡി ആയിട്ടൊക്കെ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. ഞങ്ങളൊരു 10-10:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ ഞങ്ങളിപ്പോൾ നമ്മുടെ തെന്മല ടൗണിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ഓരോ മാസവും ഓരോ കാര്യങ്ങൾ വന്ന് തടസ്സം വരും. അപ്പോൾ നമ്മളിതാ ഇവിടെ കറക്റ്റ് ടൗണിൽ എത്തിയിട്ടുണ്ട്, തെന്മല ടൗണിൽ. അപ്പോൾ അൽവിയും അമ്പാടിയും ഉണ്ട് കൂടെ. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു വണ്ടിയും കൂടി ഉണ്ട്. അതിൽ കൊച്ചച്ഛനും കുഞ്ഞമ്മയും പിന്നെ ചേട്ടനും ചേച്ചിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിതാ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ഫസ്റ്റ് മേക്കരയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോവാണ്. ഓക്കെ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് കോളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ മഴ വിട്ടൊക്കെ പെയ്യുന്നുണ്ട്. നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗിയിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ മേക്കര എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ മോളുമായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നല്ല പച്ചപ്പായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല പൊളി വൈബായിരുന്നു. അങ്ങനെ ചേട്ടത്തിയും ദഞ്ചുവും അമ്പാടിയും എല്ലാവരും ഉണ്ട്. മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് കേരളത്തിൻ്റെ ചെറിയൊരു ക്ലൈമറ്റ് ഉണ്ട്. നമ്മൾ പാലക്കാട് പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളെ പോലെ തന്നെയാണ് ഇവിടെ ഈ ഭാഗം. അത് കേരളമായിട്ട് നല്ല താരതമ്യമുള്ള സ്ഥലമാണ്. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ടായിരുന്നു. നല്ല മഴ. അപ്പോൾ ഇതാണ് കൊച്ചച്ഛൻ, കുഞ്ഞമ്മയുണ്ട്, പിന്നെ എക്തയുണ്ട്, അമ്മയുണ്ട്, ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഞങ്ങളവിടെ നിന്നപ്പോൾ നല്ല മഴ പെയ്തു, നല്ല കാറ്റുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനേ പറ്റിയുള്ളൂ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്നപ്പോഴായിരുന്നു പെട്ടെന്ന് മഴ വന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങൾ കാറിൽ കയറി മുന്നോട്ട് പോയി. ഇവിടെ നമ്മൾ നിന്നപ്പോൾ നല്ല കാറ്റായിരുന്നു. നമ്മൾ കാറ്റിൻ്റെ കൂടെ നല്ല ശക്തമായ മഴയും പെയ്തു. നമ്മൾ വിചാരിച്ചു കേരളത്തിൽ ആണ് ഇത്രയും മഴ പെയ്യുന്നത്, പക്ഷേ തമിഴ്നാട്ടിലും നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കാറിലേക്ക് കയറി. ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് തെങ്കാശിയിലെ സൂര്യകാന്തി പാടം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്